മലയാള സിനിമയിൽ കൂടെ നിന്നവരെ പണിഞ്ഞ് നൈസായി സ്റ്റാറായവരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഇന്നത്തെ ജനറേഷനിലെ മാത്യു തോമസും നെസ്ലനും ആണ്. ഇപ്പോൾ നെസ്ലൻ മലയാളത്തിലെ ഏറ്റവും വലിയ യങ്സ്റ്റാഴ്സിൽ ഒരാളാണ്. 100 കോടി ക്ലബ്, ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ്, ഹ്യൂജ് ഫോളോവേഴ്സ്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നെസ്ലൻ ഇങ്ങനെ ആയിരുന്നില്ല. തണ്ണീർമത്തൻ ദിനങ്ങൾ ഇറങ്ങുന്ന സമയം അന്നത്തെ ബെസ്റ്റ് യങ് ആക്ടറായിരുന്ന മാത്യു തോമസ് ആയിരുന്നു സിനിമയിലെ നായകൻ. പോസ്റ്റേഴ്സിലും ഇന്റർവ്യൂസിലും മാത്യു തോമസ് മാത്രം. സിനിമയിലെ മാത്യു തോമസിന്റെ കൂട്ടുകാരിൽ ഒരാൾ മാത്രമായിരുന്നു നെസ്ലൻ. എന്നാൽ അന്ന് ആരും ചിന്തിച്ചിരുന്നില്ല ഈ സൈഡ് ക്യാരക്ടർ ഇന്ന് മലയാള സിനിമയിലെ യങ്സ്റ്റാർ ആകുമെന്ന്. സിനിമ ഇറങ്ങിയപ്പോൾ മാത്യു തോമസിനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ടത് നെസ്ലന്റെ കോമഡികളും അഭിനയ ശൈലിയും ആയിരുന്നു. സോഷ്യൽ മീഡിയ മൊത്തം നെസ്ലന്റെ കോമഡികൾ, ഡയലോഗുകൾ. സിനിമയിലെ നായകനേക്കാൾ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് നെസ്ലന്റെ കഥാപാത്രത്തെ ആയിരുന്നു. ഇതോടെ മാത്യു തോമസിന്റെ നായക റോളുകൾ കുറഞ്ഞു, എല്ലാം നെസ്ലനിലേക്ക് എത്തി. ഇരുവരും ഒന്നിച്ച് പിന്നീടും സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും നെസ്ലന് ആയിരുന്നു പ്രാധാന്യം കൂടുതൽ. ശേഷം പ്രേമലു ഇറങ്ങിയതോടെ നായിക നിരയിലേക്ക് നെസ്ലൻ എന്ന ചെറുപ്പക്കാരൻ എത്തുകയായിരുന്നു. ഇപ്പോൾ മോളിവുഡ് ടൈംസ് എന്ന സിനിമയാണ് നെസ്ലന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മൂവി. അടുത്തത് അനശ്വര രാജനും മമിത ബൈജുവുമാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ, ഉദാഹരണം, സുജാത എന്ന സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത ആളാണ് അനശ്വര. അതിനുശേഷം വാങ്ക്, സൂപ്പർ ശരണ്യ എന്നിങ്ങനെ ചിത്രങ്ങളിൽ വന്നതോടെ അടുത്ത ഫീമെയിൽ സ്റ്റാറായി അനശ്വരയെ പ്രേക്ഷകർ കാണാൻ തുടങ്ങി. അപ്പോഴാണ് മറ്റൊരു പെൺകുട്ടി പതിയെ തന്റെ സ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുന്നത്, മമിത ബൈജു. അന്ന് മമിത ചെയ്തുകൊണ്ടിരുന്നത് സപ്പോർട്ടിംഗ് റോൾ, കൂട്ടുകാരി വേഷങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ തനിക്ക് കിട്ടിയ വേഷങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മമിതയുടെ അഭിനയ മികവ് കൊണ്ട് കഴിഞ്ഞിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധ കിട്ടിയ റോളായിരുന്നു സൂപ്പർ ശരണ്യയിലെ സോന എന്ന ക്യാരക്ടർ. നായികയേക്കാൾ ശ്രദ്ധ നേടിയതും ആളുകളെ രസിപ്പിച്ചതും മമിതയുടെ ക്യാരക്ടറായിരുന്നു. ശേഷം പ്രേമലു ഇറങ്ങിയതോടെ മമിത നായിക നിരയിലേക്ക് ഉയർന്നു. നിരവധി ഭാഷകളിലേക്ക് സിനിമ ഇറങ്ങിയതോടെ പലരുടെയും ക്രഷായി മാറി മമിത. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ യങ് പ്രോമിസിംഗ് ആക്ട്രസ് ആണ് മമിത ബൈജു. ഇനി പറയാൻ പോകുന്നത് ഒരു പാട്ടുകൊണ്ട് സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇൻസ്റ്റന്റ് കരിയർ ഷിഫ്റ്റായ ഒരാളെക്കുറിച്ചാണ്, പ്രിയ വാര്യർ. ഈ പെൺകുട്ടിയുടെ കരിയർ മാറാൻ വർഷങ്ങൾ പോലും വേണ്ടി വന്നില്ല. ഒരു സോങ്ങിലെ സീൻ മാത്രം മതിയായിരുന്നു. ഒമർ ലുല്ലുവിന്റെ അഡാർ ലവ് എന്ന സിനിമയിൽ നൂറിൻ ഷെരീഫായിരുന്നു നായിക എന്നാണ് അനൗൺസ് ചെയ്തത്. എന്നാൽ സിനിമയിലെ മറ്റൊരു ചെറിയ വേഷം ചെയ്യാൻ എത്തിയതായിരുന്നു പ്രിയ വാര്യർ. എന്നാൽ ഒരു ഒറ്റ പാട്ടിലെ സെക്കൻഡുകൾ മാത്രമുള്ള പ്രിയയുടെ ഒരു എക്സ്പ്രഷൻ പിന്നീട് വൈറലായി സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ എക്സ്പോഷർ തന്നെ ആയി മാറി. പ്രിയ ഇന്ത്യയിലെ മാത്രമല്ല ഇന്റർനാഷണൽ ഫെയിം വരെ നേടിയെടുത്തു. സിനിമ റിലീസാവുന്നതിന് മുൻപേ ഇത്രത്തോളം ഫെയിം നേടിയ ആദ്യത്തെ സെലിബ്രിറ്റിയാണ് പ്രിയ വാര്യർ. പ്രിയയ്ക്ക് വേണ്ടി സിനിമയുടെ കഥ പോലും തിരുത്തേണ്ടി വന്നു. എന്നാൽ മെയിൻ ക്യാരക്ടർ പ്രതീക്ഷിച്ച നൂറിന് പ്രിയയുടെ അത്ര പോലും സ്വീകാര്യത കിട്ടാതെ പോയി. സിനിമയിൽ നിലനിൽക്കാൻ എന്നും പ്രേക്ഷകരുടെ സപ്പോർട്ടും ഇഷ്ടവും കൂടിയേ തീരൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.